വയനാട്ടിലൊരു തെരഞ്ഞെടുപ്പ് ഇതാ ഇങ്ങ് എത്തിയല്ലോ. പ്രിയങ്കാ ഗാന്ധിയാണ് UDF സ്ഥാനാർത്ഥി. എങ്ങനെയുണ്ട് വയനാട്ടിൽ ഈ വാർത്തയൊക്കെ അറിഞ്ഞതിന് ശേഷമുള്ള വർത്തമാനങ്ങൾ? വയനാട്ടിൽ പൊതുവിൽ കോൺഗ്രസിന് ആശ്വസിക്കാവുന്ന ഒരു ഘടകം പ്രിയങ്ക ഗാന്ധിയെ മണ്ഡലത്തിൽ എത്തിക്കുന്നതാണ്. നേരത്തെ വലിയ രീതിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ ഇടയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള സീറ്റ് തർക്കം ഒക്കെ രൂപപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയായിരുന്നു. വയനാട്ടിൽ ചില പ്രത്യേക വിഭാഗങ്ങൾ അവരുടെ സ്ഥാനാർത്ഥികളെ വേണം എന്നെല്ലാം ആവശ്യപ്പെട്ടു തുടങ്ങുകയും സംസ്ഥാന കോൺഗ്രസിലെ ചില പ്രമുഖരെ വയനാട്ടിലെത്തിക്കാനുള്ള ശ്രമമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ദേശീയ നേതൃത്വത്തിന്റെ ഒരു തീരുമാനത്തിൽ കഴിഞ്ഞ ദിവസം വരുന്നത്. ഏതായാലും ഒരു പൊതുവിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പിന്മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളൊരു വികാരം കോൺഗ്രസിന് പ്രതികൂലമാണ്. അത് ഒരു വിധത്തിൽ ലഘൂകരിക്കാനുള്ളൊരു ശ്രമമായി കൂടി വയനാട്ടിലെ കോൺഗ്രസ് അല്ലെങ്കിൽ പൊതുവിൽ ആ രീതിയിൽ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം വിലയിരുത്തപ്പെടുന്നു. ഏതായാലും ഏറ്റവും പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങൾ ആ രീതിയിൽ നമുക്കറിയാം. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം വലിയ രീതിയിൽ കുറയുകയും മറ്റും ഉണ്ടായിരുന്ന സാഹചര്യമുണ്ട്. ഒട്ടേറെ ഘടകങ്ങളിൽ ഒന്നായിരുന്നു MP-യുടെ ഒരു നിഷ്ക്രിയത്വം. പല വയനാടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളിലും ഇടപെടാനാകാതെ ഒരു പക്വതയില്ലാത്ത ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ ഒരു വേദിയായി മാത്രം വയനാട്ടിനെ മാറ്റിയതിലുള്ള ഒരു പ്രതിഷേധം വയനാട്ടിൽ പൊതുവെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വന്യമൃഗശല്യമെല്ലാം അതിരൂക്ഷമായി നേരിട്ട ഒരു ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എല്ലാം ഉണ്ടാവുന്നതും. ആ വിഷയങ്ങൾ നേരത്തെ തന്നെ അദ്ദേഹം 2019 MP ആയിരുന്ന ഘട്ടത്തിൽ തന്നെ ആ വിഷയങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടാത്തതും പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ കുറഞ്ഞ ഹാജർ നിലയെല്ലാം വലിയ ചർച്ചയായിരുന്ന ഒരു ഘട്ടത്തിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പെത്തുന്ന രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിലേക്ക് മത്സരിക്കാൻ എത്തുന്നതുമെല്ലാം. ഏതായാലും പോളിംഗ് ശതമാനത്തിലും വലിയ കുറവുണ്ടായി. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിലും വലിയ രീതിയിൽ കുറവുണ്ടായി. 4,64,000 വോട്ടിൽ നിന്ന് 3,44,000 പരം വോട്ടുകളിലേക്ക് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറയുന്ന സാഹചര്യമെല്ലാം ഉണ്ടായത് ഇത്തരം ഘടകങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ്. ഏതായാലും അത്തരമൊരു സാഹചര്യത്തിലേക്ക് തന്നെ വയനാട് വീണ്ടും പോകുന്നു. ഏതായാലും വയനാടിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പാർലമെന്റിൽ എത്താൻ ഇനിയും വൈകുമെന്നുള്ളതാണ് വയനാട്ടുകാർ ഈ ഉപതെരഞ്ഞെടുപ്പിനെ അതോടൊപ്പം ഈ സ്ഥാനാർത്ഥിത്വം എല്ലാം നോക്കിക്കാണുമ്പോൾ സംഭവിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കിയതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു കാലതാമസം, ഒരു ഒഴിവ് വയനാട്ടിൽ നേരിടേണ്ടി വന്നിരുന്നു. അതുപോലെയുള്ള മറ്റൊരർത്ഥത്തിലുള്ള ഒരു ഒഴിവ് കൂടി ഈ ഉപതെരഞ്ഞെടുപ്പ് എത്തുകയും അതിന്റെ വിജയമെല്ലാം വരുന്നുകയും തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നവരെയുള്ളൊരു ഒഴിവ് വയനാട് ഏതായാലും നേരിടും. ഏതായാലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വയനാടിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ രാത്രികാല ഗതാഗത നിരോധനം, വന്യമൃഗശല്യം, അതുപോലെ വിവിധ പാരിസ്ഥിതിക വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ട അനുകൂല നിലപാട്, നിയമ ഭേദഗതി ഉൾപ്പെടെ ഈ വിഷയങ്ങൾ പാർലമെന്റിൽ എത്തുകയും അതിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം മുൻനിർത്തിയുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ, നിയമനിർമ്മാണങ്ങളെല്ലാം വരികയും ചെയ്യുക എന്നുള്ളതാണ്. ഏതായാലും അതിനായുള്ള വയനാടിന്റെ കാത്തിരിപ്പ് തുടരുകയാണ്. ഇത്തരത്തിലുള്ള ഒരു വലിയ ആഘോഷങ്ങളും സ്ഥാനാർത്ഥിത്വവും ഒന്നും അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന വയനാടിന്റെ ഒരു പ്രശ്നപരിഹാരത്തിന് സാധിക്കും എന്ന വിധത്തിലല്ല വയനാട്ടിൽ രൂപപ്പെടുന്ന ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളുമെല്ലാം. ഏതായാലും വയനാട് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പ് സൃഷ്ടിച്ച സാഹചര്യമെല്ലാം വളരെ രീതിയിൽ ജനങ്ങൾ ചോദ്യം ചെയ്യുകയും മറ്റും ചെയ്യുന്ന സാഹചര്യമുണ്ട്. രാഹുലിന്റെ പിന്മാറ്റമെല്ലാം വലിയ ഒരു പ്രതിഷേധ അർത്ഥത്തിലാണ് ജനങ്ങൾ കാണുന്നത്. കാരണം അതെല്ലാം ഇപ്പോൾ അനൂപ് പറഞ്ഞതുപോലെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം ചർച്ചയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ചർച്ച തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായി വരികയും ചെയ്യും, അനൂപ് സൂചിപ്പിച്ചതുപോലെ. മാത്രമല്ല, ഇപ്പോൾ എത്ര ലക്ഷം വോട്ടിന് ജയിച്ചാലും രാഹുൽ ഗാന്ധി 5 വർഷം പ്രതിനിധാനം ചെയ്തപ്പോൾ മണ്ഡലത്തെ എങ്ങനെ നോക്കി, മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളെ ഏതുവിധം ലോക്സഭയിൽ അവതരിപ്പിച്ചു, മറ്റ് MP-മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ദേശീയ നേതാവിൻ്റെ നിലവാരത്തിനനുസരിച്ച് പ്രവർത്തിച്ചോ, ഹാജർ നില മുതൽ അതുപോലെ ചർച്ചകൾ മുതൽ സ്വകാര്യ ബിൽ അവതരണം മുതൽ എല്ലാ കാര്യങ്ങളിലും വളരെ പരിതാപകരമായ നിലയിൽ അദ്ദേഹം പെർഫോം ചെയ്തു എന്ന നിലയിൽ തന്നെ വയനാട്ടിൽ അന്ന് ചർച്ചയുണ്ടായിരുന്നു, ഇപ്പോൾ അനൂപ് സൂചിപ്പിച്ചതുപോലെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയമാനം മറ്റൊരു തരത്തിലാണ്. മോദിക്കെതിരായിട്ടുള്ള BJP ഭരണം അധികാരത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന ഒരു പൊതുചിന്തയ്ക്കനുസരിച്ച് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് മത്സരിക്കുമ്പോൾ അതിന് കിട്ടുന്നൊരു രാഷ്ട്രീയമായിട്ടുള്ള മുൻതൂക്കമുണ്ട്. ആ മുൻതൂക്കം വയനാട്ടിൽ UDFൻ്റെ തന്നെ കേരളത്തിലെ ഏറ്റവും ഉറപ്പുള്ള ഒരു ലോക്സഭാ മണ്ഡലമായി അവർ തന്നെ കാണുന്ന ഒന്നാമത്തെ മണ്ഡലം എന്ന പരിഗണന ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വയനാടിൻ്റെ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ, പക്ഷേ അപ്പോഴും അതിശക്തമായി തന്നെ രാഹുലിൻ്റെ പാർലമെൻ്ററി പ്രവർത്തനവും വയനാടിൻ്റെ പ്രശ്നങ്ങൾ അത് എത്രമാത്രം പ്രതിനിധാനം ചെയ്തു, അതിലെ പോരായ്മകളുമൊക്കെ വലിയ ചർച്ചയായി തന്നെ വന്നിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. വീണ്ടും അതിന് വഴിയൊരുങ്ങുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രിയങ്ക വന്ന് മത്സരിക്കുമ്പോൾ മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇതൊക്കെ ചർച്ചയ്ക്ക് വിധേയമാകും. അതിനിടയിൽ ഒരു കാര്യം കൂടി, ഒരു രാഷ്ട്രീയ കൗതുകമാണത്. അതായത്
രാഹുൽ ഇത്തവണ വന്ന് മത്സരിച്ചപ്പോൾ നമ്മൾ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിൽ പാർട്ടികൾ ഏറ്റവും അധികം ഉയർത്തിപ്പിടിക്കുന്നത് ആ പാർട്ടികളുടെ കൊടികളാണ്. പക്ഷേ വയനാട്ടിൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ UDF നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, വേണമെങ്കിൽ കൊടി മടക്കാം, പകരം ബലൂൺ ആയാലും മതി. അങ്ങനെ ലീഗ് പച്ച ബലൂൺ എടുത്തു, ത്രിവർണ്ണ ബലൂണുമായി കോൺഗ്രസ് കൂടെ പോയി. ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടു. വലിയ ചർച്ചയായി, തമാശയായി പറഞ്ഞവരുണ്ട്, രാഷ്ട്രീയമായി ശക്തമായി വിമർശിച്ച ഒരു പരിസരമുണ്ട്, പശ്ചാത്തലമൊക്കെ ഉണ്ട്. പിന്നീട് ഞാൻ കണ്ടതിപ്പോൾ അദ്ദേഹം വീണ്ടും ജയിച്ചെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ പതുക്കെ ഈ കൊടിയെല്ലാം നമ്മൾ കാണാൻ ഇടയായി. ബലൂൺ മാറി. വിജയിച്ചു വന്ന രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ച ഇടവണ്ണയിലൊക്കെയുള്ള റാലിയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. റോഡ് ഷോയിലൊക്കെ നമ്മൾ കൊടികൾ കാണുന്നുണ്ടായിരുന്നു, ലീഗ് കൊടിയൊക്കെ ധാരാളം ഉണ്ടായിരുന്നു, ഉയർത്തി വീശുന്നുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും കേൾക്കുന്നു, ഇപ്പോൾ പ്രിയങ്ക സ്ഥാനാർത്ഥിയാണ് എന്ന് കോൺഗ്രസ് തീരുമാനിക്കുമ്പോൾ അവിടെ ലീഗ് പ്രിയങ്കയെ സ്വാഗതം ചെയ്ത് പ്രകടനം നടത്തിയോ, അതും കൊടിയൊക്കെ ഒഴിവാക്കി പഴയ ബലൂൺ വീണ്ടും എടുത്തോ, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്താ സ്ഥിതി, എന്താ സത്യം? ആ രീതിയിൽ തന്നെ കൊടികൾ വേണ്ടെന്ന് തന്നെയാണ്, പ്രിയങ്ക ഗാന്ധി എത്തിയാലും കൊടികൾ വേണ്ടെന്ന് തന്നെയാണ് ഒരു പൊതുവിലുള്ള തീരുമാനം എത്തുന്നത്. അതിൻ്റെ ഒരു പ്രകടനമാണ്, അല്ലെങ്കിൽ അത് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ലീഗ് പ്രവർത്തകർ ഈ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് ശേഷം വയനാട്ടിൽ നടന്ന പല സ്ഥലങ്ങളിലും നടന്ന ലീഗ് പ്രവർത്തകരുടെ ഈ പ്രകടനങ്ങൾ. പ്രിയങ്ക ഗാന്ധിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രകടനങ്ങളായിരുന്നത്. അതിലൊന്നും ലീഗ് പ്രവർത്തകർ കൊടികൾ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് ആ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലെ രാത്രിയിലത്തെ ജാഥ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷേ അതിൽ ബലൂണുമില്ല, കൊടിയുമില്ല, ബലൂണുമില്ല അല്ലേ? പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ടായിരിക്കും അനൂപ, അല്ലെങ്കിൽ കൊടി എടുത്തേനെ. പെട്ടെന്ന് ഈ വിവരം പറഞ്ഞു, ആ ആവേശത്തിൽ പ്രകടനമായി. അപ്പോൾ പിന്നെ കൊടി അന്വേഷിച്ച് ലീഗ് പോയിട്ടുണ്ടാവില്ല. ലീഗ് പ്രകടനങ്ങളുടെ പ്രത്യേകത തന്നെ അവർ കൊടികളുമായാണ് ഇത്തരത്തിൽ ചെറു പ്രകടനങ്ങൾ പോലും നടത്തുക എന്നുള്ളതാണ്. ഏതായാലും പ്രത്യേകിച്ച് മലബാർ മേഖലകളിലൊക്കെ അത് പൂർണ്ണമായും ആ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ കൊടികൾ ഇല്ലാത്തത് വളരെ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ പാകിസ്ഥാൻ പതാക വിവാദം ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ തവണയെല്ലാം വലിയ രീതിയിൽ പ്രചരണം BJP അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളാണ് അഴിച്ചുവിട്ടപ്പോൾ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാതെ പിൻവാങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു കോൺഗ്രസ് പുലർത്തിയിരുന്നത്. അതേ നിലപാട് തന്നെ ഏതായാലും ഇത്തവണയും UDF നടത്തും എന്നുള്ളതിന്റെ സൂചനയായി കൂടി വേണം ഇതിനെ കാണാൻ. ഏതായാലും ലീഗിന്റെ സ്വാഗത പ്രകടനങ്ങളിലൊന്നും പ്രിയങ്ക ഗാന്ധിയെ സ്വാഗതം ചെയ്തുള്ള പ്രകടനങ്ങളിലൊന്നും കൊടി കഴിഞ്ഞ ദിവസവും കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.